സെക്സിൽ ഏർപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക പുരുഷന്മാരും നേരിട്ടിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളാണ് ഉദ്ധാരണമില്ലായ്മയും ശീഘ്രസ്ഖലനവും. അതായത് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉദ്ധാരണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം ലിംഗം യോനിക്കുള്ളിൽ നിന്നും പുറത്തെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെപ്പറ്റി? വിവോക്സിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു എനിക്ക് ഈ അറിവ് കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഫോണിൽ ഫോർവേഡ് ചെയ്ത് തന്നത്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അദ്ദേഹം എനിക്ക് ഈ ലേഖനം അയച്ചു തന്നത്. സത്യത്തിൽ ആദ്യമേ ഞാനത് വായിച്ചപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ അത് സത്യമാണ് എന്ന് ബോധ്യമായി. വൈദ്യശാസ്ത്രത്തിൽ ഇതിന് ഒരു പ്രത്യേക പേര് തന്നെയുണ്ട്, പീനിസ് ക്യാപ്റ്റിവസ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. എന്താണ് ഈ പീനിസ് ക്യാപ്റ്റിവസ് എന്ന് പറയുന്നത്? ഒരു പുരുഷൻ്റെ ഉദ്ധരിച്ച ലിംഗം ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ നിന്നും സെക്സിന് ശേഷം പുറത്തോട്ടെടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ പീനിസ് ക്യാപ്റ്റിവസ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്നത് പോലെ അത്ര സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. പണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിലോട്ട് കയറിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായില്ലേ? ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇതും. ഇവിടെ ചക്രവ്യൂഹത്തിന് പകരം ഒരു സ്ത്രീയുടെ യോനിയാണ് എന്ന് മാത്രം. ഈ ഒരു അവസ്ഥയെപ്പറ്റി ആദ്യമായിട്ട് വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തിയത് 1980 ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിലായിരുന്നു. എന്നാൽ ഇന്നും ഈ ഒരു പീനിസ് ക്യാപ്റ്റിവസ് നേരിട്ടിട്ടുള്ള എത്ര പുരുഷന്മാരുണ്ട് എന്ന് വ്യക്തമായിട്ട് കണക്കുകൾ ഒന്നും തന്നെയില്ല. അതിൻ്റെ കാരണം ഇത് ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു വിഷയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രവുമല്ല, ഈ പീനിസ് ക്യാപ്റ്റിവസ് എന്ന് പറയുന്ന അവസ്ഥ നേരിട്ടിട്ടുള്ള പുരുഷന്മാർ അത് പുറത്തു പറയാനുള്ള ധൈര്യം നാണക്കേട് കാരണം കാണിക്കാറുമില്ല. ഈ ഒരു അവസ്ഥയെപ്പറ്റി രേഖപ്പെടുത്തിയ രണ്ട് സംഭവങ്ങളും നടന്നത് 19-ാം നൂറ്റാണ്ടിലെ ജർമ്മനിയിലായിരുന്നു. ഈ രണ്ട് സംഭവങ്ങളും രേഖപ്പെടുത്തിയത് കല്യാണം കഴിച്ച ദമ്പതികളിലുമായിരുന്നു. ഇതിൽ ആദ്യത്തെ കഥയിൽ ആ യുവതിയുടെ ഭർത്താവ് പറഞ്ഞത് തങ്ങൾ രണ്ടുപേരും ഒരു ശാരീരിക ബന്ധത്തിൽ നിന്നും കഴിഞ്ഞ 6 മാസമായിട്ട് വിട്ടു നിൽക്കുകയാണ് എന്നായിരുന്നു. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തൻ്റെ ലിംഗത്തിന് ചുറ്റുമായിട്ട് ആ യുവതിയുടെ യോനിയുടെ പേശികൾ ശക്തമായിട്ട് സങ്കോചിക്കുകയും അത് പിന്നീട് പുറത്തെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഏകദേശം 10 മിനിറ്റോളം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറുകയും ചെയ്യും എന്നായിരുന്നു. രണ്ടാമത്തെ കേസിലെ ദമ്പതികളുടെ അനുഭവം വളരെ അപ്രതീക്ഷിതമായിരുന്നു. കല്യാണം കഴിച്ച് ഏകദേശം 1 കൊല്ലത്തോളം ഒരു പ്രശ്നവുമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ദമ്പതികളായിരുന്നു ഇവർ. പക്ഷേ ഒരു രാത്രി സെക്സിന് ശേഷം ഭർത്താവ് തൻ്റെ ലിംഗം ഭാര്യയുടെ യോനിക്കുള്ളിൽ നിന്നും പുറത്തോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം ആ യോനിക്കുള്ളിലോട്ട് കൂടുതൽ ആഴത്തിലോട്ട് ആരോ കൈവച്ച് പിടിച്ച് വലിച്ചതുപോലെ ഉള്ളിലോട്ട് പോകുന്നതായിട്ട് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് താൻ ബലമായിട്ട് ലിംഗം പുറത്തോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് തനിക്കും തൻ്റെ പങ്കാളിക്കും വളരെയധികം വേദനയുണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു തടവറയിൽ അകപ്പെട്ടു പോയ ഒരു അനുഭവമായിരുന്നു ആ ഒരു അവസ്ഥയിലൂടെ തനിക്ക് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒടുവിൽ താൻ മനസ്സ് ശാന്തമാക്കി റിലാക്സ് ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് തൻ്റെ ലിംഗത്തിന് ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആ ഒരു കുടുങ്ങിയ അവസ്ഥയിൽ എത്ര നേരം കിടന്നു എന്ന് പോലും തനിക്ക് ടെൻഷൻ കാരണം ഓർമ്മയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്ത്രീയുടെ യോനിയുടെ പേശികൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നുകൂടെ തെളിയിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഇങ്ങനത്തെ സംഭവങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ളൂ എങ്കിൽ പോലും നാളെ നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഡോക്ടർമാർ ചികിത്സിക്കുന്നത് ശരീരരോഗങ്ങളാണ്. സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ചികിത്സിക്കുന്നത് മാനസിക രോഗങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം 90% ലൈംഗിക പ്രശ്നങ്ങളും ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് മരുന്നുകളല്ല, ശരിയായ അറിവും നിങ്ങളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റുവാൻ സഹായിക്കുന്ന സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൺസൾട്ടേഷനും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സേവനം നൽകുവാൻ അവർക്ക് സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവരെ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് പങ്കുവെച്ച് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പീനിസ് ക്യാപ്റ്റിവസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് പങ്കാളിയുടെ യോനിയുടെ പേശികൾ രതിമൂർച്ചയിലെത്തുമ്പോൾ ലിംഗത്തിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇറുക്കി പിടിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇത് ബോധപൂർവം നടക്കുന്ന ഒന്നല്ല. ചില സ്ത്രീകളിൽ ഇത് വെജിനസ്മസ് എന്ന് വിളിക്കുന്ന യോനി സങ്കോചവും കാരണം ഉണ്ടാകാം എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ വെജിനസ്മസ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ പീനിസ് ക്യാപ്റ്റിവസ് എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? നമ്പർ 1, ലേൺ ടു റിലാക്സ്. പരിഭ്രാന്തരാകാതെ റിലാക്സ് ചെയ്യാൻ പഠിക്കുക.
കാരണം പരിഭ്രാന്തരാകുന്നത് വഴി നിങ്ങളുടെ മസിൽസിൻ്റെ ടെൻഷൻ വർദ്ധിക്കത്തേ ഉള്ളൂ. നമ്പർ 2, ഡോണ്ട് ഫോഴ്സ് എനിത്തിങ്. ബലമായിട്ട് വലിച്ചെടുക്കാൻ നോക്കുന്നത് വേദന വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ, മുറിവുകളും ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. നമ്പർ 3, അലൗ യുവർ മൈൻഡ് ടു റിലാക്സ്. നിങ്ങളുടെ മനസ്സിനെ കഴിയുന്നത്ര ശാന്തമാക്കാൻ ശ്രമിക്കുക. പാട്ട് കേട്ടോ വീഡിയോ കണ്ടോ ഒക്കെ. കാരണം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും ചെയ്യാനും പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിനെ എത്രയും വേഗത്തിൽ ശാന്തമാക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. ഇനി നമ്പർ 4, ട്രൈ ടു ഫൈൻഡ് ദ ഹ്യൂമർ. നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ ഒരു നർമ്മം കണ്ടെത്താൻ ശ്രമിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നീട് ഓർത്ത് ചിരിക്കുവാനായിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പീനിസ് ക്യാപ്റ്റിവസ് എന്ന് പറയുന്ന അവസ്ഥ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVox. Just sex, no shame.